അപ്പൊ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന ബുക്കിൽ നിന്നും 4-ാം അധ്യായത്തിൽ നിന്നും എടുത്ത 27-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകത്തിലോട്ട് പോവാം. സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. അപ്പൊ ആദ്യം പ്രാണം എന്താണെന്ന് നോക്കാം. എന്താണ് പ്രാണം? പ്രാണം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജനിച്ചിരിക്കുന്നത് നമ്മളുടെ ബുദ്ധി ബ്രഹ്മം അല്ലെങ്കിൽ ആ വലിയ ബുദ്ധി, ആ വലിയ ബ്രഹ്മത്തിന്റെ ബുദ്ധിയുമായി ലയിക്കാനാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബ്രഹ്മത്തിന്റെ ബുദ്ധിയുമായി ലയിക്കണമെങ്കിൽ ചുറ്റുമുള്ളതെല്ലാം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കി, എൻ്റെ ഉള്ളിലും ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കി അഹത്തെ നശിപ്പിച്ച് ബ്രഹ്മമായി ജീവിക്കണം. അപ്പൊ ബ്രഹ്മമായി ജീവിക്കണമെങ്കിൽ, അഹത്തെ നശിപ്പിക്കണമെങ്കിൽ നമ്മൾക്ക് ജ്ഞാനം കിട്ടണം. ആ ജ്ഞാനം ലഭിക്കണമെങ്കിൽ നമ്മൾക്ക് ആ ജ്ഞാനം ലഭിക്കാനുള്ള ഊർജം വേണം. ആ ഊർജം എന്താണ്? ആ ഊർജമാണ് പ്രാണം. ഈ പ്രാണം നമുക്ക് എങ്ങനെയാണ് കിട്ടുക? നമുക്ക് പ്രാണം കിട്ടുന്നത് പഞ്ചഭൂതങ്ങൾ വഴിയാണ്. നമ്മൾ ആഹാരം കഴിക്കുന്നു, ആഹാരം വഴി നമുക്ക് ഊർജം ലഭിക്കുന്നു. വെള്ളം കുടിക്കുന്നു, ഊർജം ലഭിക്കുന്നു. ശ്വസിക്കുന്നു, ഊർജം ലഭിക്കുന്നു. സൂര്യപ്രകാശം അല്ലെങ്കിൽ അഗ്നിരശ്മികൾ വഴി നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ഊർജം വരുന്നു. അല്ലാതെ നമ്മളുടെ ആത്മാവിൽ തന്നെ വേറൊരു ഊർജമുണ്ട്. അത് നമ്മൾ ധ്യാനം ചെയ്യുന്നത് വഴി നമുക്ക് ആ ഊർജം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാം ലഭിക്കുന്ന ഊർജം കൊണ്ട് നമ്മളുടെ ശരീരം ആ ഊർജത്തെ ഉപയോഗിച്ച്, ആ ശരീരം ഉപയോഗിച്ച് ജ്ഞാനം പഞ്ച ഇന്ദ്രിയങ്ങൾ വഴി ഗ്രഹിക്കുകയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന പ്രക്രിയ. അപ്പോ ജ്ഞാനം ലഭിക്കേണ്ട പഞ്ച ഇന്ദ്രിയങ്ങൾ നമ്മളിപ്പോൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ആ പഞ്ച ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതായത് പഠിക്കേണ്ട കാര്യങ്ങൾ ഗ്രഹിക്കാനായി ഉപയോഗിക്കാതെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖങ്ങൾക്കായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചാൽ അതെന്ത് ചെയ്യും? അത് ജ്ഞാനം നേടേണ്ട പ്രാണനെ നമ്മൾ നശിപ്പിച്ച് കളയുന്നത് പോലെയായിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന ജലവും, നമ്മളുടെ ശരീരം എടുത്ത ഊർജവും ജ്ഞാനത്തിനായി ഉപയോഗിക്കാതെ അത് ഇന്ദ്രിയ സുഖങ്ങൾക്കായി നശിപ്പിച്ച് കളയുമ്പോൾ അവിടെ ജ്ഞാനം ഉണ്ടാവുന്നില്ല. അതുവഴി ബ്രഹ്മത്തിന് ലഭിക്കേണ്ട ജ്ഞാനം ലഭിക്കുന്നില്ല. അങ്ങനെ ബ്രഹ്മത്തിന് ലഭിക്കേണ്ട ജ്ഞാനം ലഭിക്കാതാവുമ്പോൾ ബ്രഹ്മം നമ്മൾക്ക് തരുന്ന ഊർജം കുറയ്ക്കും. അതായത് ബ്രഹ്മത്തിന് ലഭിക്കേണ്ട ജ്ഞാനം ലഭിക്കാതാവുമ്പോൾ ബ്രഹ്മം എന്ത് ചെയ്യും? ഓക്കെ, ഈ ആത്മാവിന് ഊർജം കൊടുത്തിട്ടും പ്രാണൻ കൊടുത്തിട്ടും ജ്ഞാനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ ആത്മാവിന് കൊടുക്കേണ്ട ഊർജം ഒരുപാട് പ്രാണം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആത്മാവിന് കൊടുക്കാമെന്ന് കരുതി ആ ആത്മാവിന് ബ്രഹ്മം പ്രാണം കൊടുക്കുന്നു. അപ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ധനം കിട്ടുന്നില്ല, എന്തുകൊണ്ട് ആഹാരം കിട്ടുന്നില്ല, എന്തുകൊണ്ട് ജലം കിട്ടുന്നില്ല എന്ന് നിങ്ങൾ അന്വേഷിച്ച് അതിന്റെ മൂലകാരണം അന്വേഷിച്ചു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ഇന്ദ്രിയ സുഖങ്ങൾക്കായി പ്രാണനെ ഉപയോഗിച്ച് തുടങ്ങി അതിന്റെ അനന്തരഫലം ആയിട്ടാണ്, അതിന്റെ കർമ്മഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഊർജം ലഭിക്കാത്തത്, പ്രാണത്തിനായുള്ള ഊർജം ലഭിക്കാത്തത് എന്ന സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കും. അപ്പോ ഇന്ദ്രിയങ്ങളുടെ കർമ്മം എന്ന് പറയുന്നത് ജ്ഞാനം നേടുകയാണെന്നുള്ളൊരു തിരിച്ചറിവ് വെച്ച്
ആ ജ്ഞാനം നേടാനായിട്ട് ഊർജത്തെ ഉപയോഗിക്കുകയും ആ ഊർജ സ്രോതസ്സുകൾ നേടിയ ജ്ഞാനം കൊണ്ട് കണ്ടുപിടിച്ച് ആ സ്രോതസ്സിൽ നിന്നും വീണ്ടും ഊർജം എടുത്ത് ആ ഊർജം കൊണ്ട് കൂടുതൽ കൂടുതൽ ജ്ഞാനം നേടാൻ ശ്രമിക്കുക. അപ്പോ അങ്ങനെ കൂടുതൽ 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 ജ്ഞാനം നേടുമ്പോൾ ബ്രഹ്മം നമ്മൾക്ക് അനുയോജ്യമായി വരികയും ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോ എന്തുകൊണ്ടാണ് എന്റെ ചുറ്റും നടക്കുന്നതെല്ലാം എനിക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഒരു കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രാണം തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാവാം. നിങ്ങൾ നിങ്ങളുടെ ഊർജം തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാവാം. അപ്പൊ എല്ലാവരും അവരുടെ ഊർജവും പ്രാണവും ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു.